കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ ആദ്യം പേരുകൊണ്ടും പിന്നീട് പ്രവൃത്തി കൊണ്ടും വൈറലായ ഒരാളാണ് സ്ഥാനാർത്ഥി. ഒരുപക്ഷെ അവർ പല മേഖലകളിൽ കൈവച്ചിട്ടുള്ള ആളാണ്. രാഷ്ട്രീയ രംഗത്ത് ഏറെ സുപരിചിതയാണ് അവർ. അതിലുപരി എഴുത്തുകാരിയാണ്, കൂടാതെ പാട്ടുകാരിയൊക്കെയാണ്, പ്രാസംഗികയൊക്കെയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ പുത്തൂർ ഡിവിഷനിൽ UDFനായി ജനവിധി തേടുന്ന ബ്രസീലിയ ശംസുദ്ദീൻ, വനിതാ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. പുത്തൂർ പോലൊരു ഡിവിഷനിൽ അപ്രതീക്ഷിതമായി വന്നൊരു സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ പുത്തൂർ ഡിവിഷൻ പിടിച്ചെടുക്കാനുള്ള മാക്സിമം ശ്രമത്തിലാണുള്ളത്. നിലവിൽ LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ എങ്ങനെയാണ് UDFനെ സംബന്ധിച്ച പ്രതീക്ഷയുള്ളത്? UDFനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഏതൊരു ഭൂമിയിലായാലും അല്ലേ, നല്ല വളം ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് എന്ത് ചെയ്യും, പുഷ്പം വിടരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും മൊത്തം ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട്, സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം എത്ര മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ രാവിലെ ഏതായാലും ഒരു 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 12 മണി വരെ നിർത്തി, അത് കഴിഞ്ഞിട്ട് ഈവനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ രീതിയിലാണ്. മറ്റൊന്ന്, വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? പ്രത്യേകിച്ച് ഇത്തവണ UDF പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചടക്കുമെന്നാണ്. പക്ഷേ ഇത് ചരിത്രം ഏറ്റവും കൂടുതൽ, അതായത് ഇടതുപക്ഷം കാലങ്ങളായി കൈവശം വെച്ചു പോകുന്നൊരു കോർപ്പറേഷനാണ്. അതെ അതെ, തീർച്ചയായിട്ടും ജനവികാരം ഇപ്പം നല്ലോണം അവർക്ക് വിപരീതമായിട്ടാണുള്ളത്. ഒരു മാറ്റം, ഭരണത്തിൻ്റെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഓരോ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഉള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നത്. അതൊരു ശുഭപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും LDF ഭരണം മാറി UDF ഭരണത്തിലേറും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട്. ഈ പാട്ടുപാടിയാണോ വോട്ട് പിടിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് വേറെ സ്റ്റേജുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടുത്തെ വികസനത്തെ കുറിച്ചിട്ടും അതേപോലെ കോർപ്പറേഷനിലുള്ള അഴിമതി ആരോപണങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പിന്നെ ഒഴിവാക്കി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ പേര് ബ്രസീലിയ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ കൗതുകത്തോടുകൂടി നോക്കുന്നുണ്ടോ, എന്താണ് ഈ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് തീർച്ചയായിട്ടും മുമ്പ് ഒരു കൗൺസിലർ ആയ സമയത്ത് ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾക്ക് അറിയാം. പക്ഷേ എന്നാലും ചില ആളുകൾക്ക് അറിയാത്തവരുണ്ട്. അവരും ചോദിക്കുന്നുണ്ട്, ബ്രസീലിയ എന്ന് ചോദിക്കുമ്പോൾ ഒരു വണ്ടറാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബ്രസീൽ ഫാനായിട്ടുള്ള ഒരു ഉപ്പയുടെ മകൾ അല്ലേ? അങ്ങനെ ഉപ്പയല്ല, അങ്കിളാണ്. അങ്കിളുടെ മകള്. ഇനിയിപ്പോൾ അർജന്റീനക്കാർ വോട്ട് ചെയ്യുന്നു? അല്ല, അർജന്റീനക്കാരും വോട്ട് ചെയ്തിട്ടാണല്ലോ. ഞാൻ എക്സ് കൗൺസിലർ ആയിരിക്കും, ഞാൻ മുഗദാർ വാർഡിൽ കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് അവരും കൂടി വോട്ട് ചെയ്തിട്ടാണല്ലോ 2ാം ഭൂരിപക്ഷത്തോടെ കോർപ്പറേഷനിലേക്ക് വിജയിച്ചത്. അതെ അതെ അതെ. നമുക്കൊരു പാട്ടായാലോ? കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കടൽ കുളിർത്താരോ. എന്തായാലും ഇതാണ് ബ്രസീലിയ ശംസുദ്ദീൻ എന്ന് പറയുന്നത്. പേരുകൊണ്ട് മാത്രമല്ല, പ്രസംഗവേദികളിൽ ഉൾപ്പെടെ പാട്ടുകൊണ്ടുകൂടി വിസ്മയം തീർക്കുന്ന ആളാണ്. നേരത്തെ കൗൺസിലറായിരുന്നു. ഇവിടെ പുത്തൂർ ഡിവിഷൻ പിടിച്ചടക്കുമെന്നാണ് അവർ പറയുന്നത്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.